കേരളത്തിലെ ടെലിവിഷൻ ചരിത്രത്തിൽ 30 വർഷമായി. ഈ 30 വർഷത്തിൽ ഏതാണ്ട് ഒരു 18 വർഷമായിട്ട് ചാനൽ ചർച്ച നടക്കുന്നുണ്ട്. ഈ 30 വർഷത്തിൽ ചർച്ചകളെക്കാൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പല പ്രോഗ്രാംസ് നിന്നുപോയിട്ടുണ്ട്. പക്ഷെ ചാനൽ ചർച്ച നിന്നുപോയിട്ടില്ല. അതിന്റെ കാരണം എന്തുകൊണ്ട്? കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇതിനെ ആകർഷിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടാതെ കണ്ട് വിദേശ മലയാളികൾ ഇതിനോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉള്ള ആളാണ്. പല ഇപ്പം ടൈമിംഗ് മാറ്റമുള്ളവർ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. എനിക്ക് തന്നെ പലയിടത്തും ആ അനുഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് ചാനൽ ചർച്ചകളിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, അതുകൊണ്ട് നിലനിന്ന് പോകുന്നു. സാർ, അങ്ങേക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ട് ഈ വിഷയം ഗൗരവമായി എടുത്തതിന്. കാരണം ഈ രാജ്യത്തെ ലക്ഷം വരുന്ന പ്രേക്ഷകരായ ഞങ്ങളുടെ ശബ്ദം എങ്ങും മുഴങ്ങി കേൾക്കാറില്ല. ഇവിടെ ചാനൽ ചർച്ചകൾ വന്ന് അങ്ങും ഇങ്ങും തല്ലിക്കൂട് അടിപിടി ഉണ്ടാക്കുന്ന നേതാക്കന്മാരുടെ ശബ്ദകോലാഹലങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന ജനത്തിന്റെ പ്രതികരണം അവതാരകരോ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പറയാം സർ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയമായിരുന്നാലും സാമൂഹ്യ വിഷയങ്ങളായിരുന്നാലും അതിന് ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് അവസരമുള്ളപ്പോൾ തന്നെ അതല്ലാതെ സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറായാൽ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിന് ഞാൻ തയ്യാറുണ്ട്. ചർച്ച കാണാറുണ്ടോ മോളെ? സത്യം പറഞ്ഞാൽ ചർച്ച അങ്ങനെ കാണാറില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവരെ ആരെങ്കിലും അറിയാമോ? ആരെങ്കിലും സാറിനെ അറിയാം. ഈ ചേട്ടനെ അറിയാം. ആ ചേട്ടനെ അറിയാമോ? കണ്ട് പരിചയമുണ്ട്. പേരറിയത്തില്ലല്ലേ? അല്ല, കൂടുതലായും ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഒച്ചയും ബഹളമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു സംഭവം കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെ അതിലില്ല. പിന്നെ കുറച്ചുകൂടി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇപ്പൊ റെലവെന്റ് അല്ലാത്തത് പറയുന്നതല്ല ഞങ്ങൾ പറയുന്നത്, റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കുറച്ചും കൂടി നല്ല ഭാഷയിൽ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. ഇതില് എസ്കെനെതിരെ വലിയ ഉത്തരവാദിത്തമാണ്. കാരണം പുതിയ തലമുറ ഇങ്ങനെ ഇതിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ഉത്തരവാദിത്തം. അപ്പൊ ഞങ്ങളുടെ മര്യാദകൾ ഇക്കാര്യത്തിൽ ചർച്ച പാലിക്കപ്പെടണം, റെസ്പോൺസിബിൾ ആകണം ഡെഫിനറ്റ്ലി. മാത്രമല്ല ഇവര് കൈവിട്ട് പോയാൽ പോയി. അതെ, ജെൻസിയുടെ പൊളിറ്റിക്സ് ഏറ്റെടുക്കണം, അവിടെയാണ് പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.